നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1616 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ്സാണ്. ക്ലാസ് ഒരു വിശേഷപ്പെട്ട വിഷയവുമായാണ് ഇന്ന് നമുക്ക് വിഷയത്തിലാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജെയിംസ് പോളാണ്. ഇന്ന് സാറിൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് വിഷയം ഒരു പ്രത്യേകതയുള്ള വിഷയം എന്ന് പറയാൻ കാരണം സ്വപ്നമാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. സ്വപ്നം എന്തുകൊണ്ട്, എന്താണ്, ഹോമിയോപ്പതിയിൽ വല്ല പ്രതിവിധിയും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് സാറ് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാനും പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. ഞാൻ സ്വപ്നം കാണുന്നത് കതക് നല്ല ഭംഗിയാമണ്ണം അടച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ കള്ളന്മാർ വരുമ്പോ ഇത് ഭയങ്കര ലൂസാവും. എത്ര അടച്ചാലും അതിനൊരു സേഫ്റ്റി കിട്ടാറില്ല. പലപ്പോഴും ഞാൻ കാണുന്ന സ്വപ്നം അതാണ്. ഇങ്ങനെ തള്ളിയെ തുറക്കും. നല്ലപോലെ പല 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 കുറ്റിയിട്ടിരിക്കുന്ന ഒരു കതക്. അത് പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകും നമുക്കിന്ന് സാറിന്റെ ക്ലാസ്സിലൂടെ അറിയാം. എന്തായാലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി സാറിന്റെ ക്ലാസ് തുടങ്ങും. നന്ദി. സാറ് ജെയിംസ് പോൾ സാറ് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. സാറ് വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് നമുക്ക് ഇതുവരെയും ക്ലാസ് എടുത്തിട്ടുള്ളത്. സാറ് ഈ ഡിസീസ് ഡയഗ്നോസിസിൽ പ്രത്യേക പ്രാവീണ്യം ഉള്ള ഡോക്ടറാണ്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള സാറിനെ ഇന്നത്തെ പ്രത്യേക വിഷയത്തിലുള്ള ക്ലാസ്സിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറെ ക്ലാസ് തുടങ്ങും. സാറ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. അൺമ്യൂട്ട് ചെയ്തേ. സാറിനെ കോഹോസ്റ്റ് ആക്കാം. അപ്പോഴേക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. അൺമ്യൂട്ട് ചെയ്യേ. അൺമ്യൂട്ട് ആയില്ല. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. മറ്റേ ലാപ്ടോപ്പ് പോയി വൈഫൈ ഇല്ല, നെറ്റില്ല. അത് കാരണം ഇപ്പം മൊബൈലിലാണ്. സാറ്റിസ്ഫൈഡ് ആകാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റാണ്, അത് അംഗീകരിക്കുന്നു. കാരണം ഇതൊരു സ്വപ്നം എന്നുള്ളത് ഒരു പ്രഹേളിക തന്നെയാണ്. പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാനോ വിവരിക്കാനോ അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാനോ സാധിക്കാത്ത ഒരു വിഷയമാണ്. ഇപ്പം മൈൻഡ് നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത സംഗതിയാണ് മൈൻഡ്. അപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ പറയും ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മാറ്റർ എന്ന് പറയും. ദൈവവിശ്വാസികളാണ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അങ്ങനെ പറയും. അതല്ലാതെ ഒരു ശാസ്ത്രീയമായിട്ട് ഒരു നല്ല ഡെഫിനിഷൻ ഇതുവരെ കൊടുത്തു കാണുന്നില്ല. എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം മൈൻഡ് ഈസ് എ പാർട്ട് ഓഫ് പേഴ്സൺ തന്നെ പറയാവുള്ളൂ. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള മൈൻഡാണ്, ആറ്റിറ്റ്യൂഡാണ്, അതിന്റെ പ്രവർത്തനങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മൈൻഡ് ഈസ് എ പാർട്ട് ഓഫ് മാൻ ഓർ എ പേഴ്സൺ. അപ്പൊ അത് നമുക്ക് ആലോചിക്കാൻ, ചിന്തിക്കാം, തീരുമാനമെടുക്കാം, ഫീൽ ചെയ്യാം, നമ്മുടെ വിൽ അനുസരിച്ച് പ്രവർത്തിക്കാം. ഇത്രയും സംഗതികൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് മൈൻഡ് എന്ന് വേണേൽ പറയാം. അപ്പൊ ഈ സ്വപ്നം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു പ്രതിഭാസമാണ്. ഈ പല മതങ്ങളിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പഴയ മതഗ്രന്ഥങ്ങളെല്ലാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ബൈബിളിലൊക്കെ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. പൂർവ്വയോസേപ്പിന്റെ കഥയിൽ പൂർവ്വയോസേപ്പ് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കൂ, അതിന്റെ ഫലമായിട്ട് അയാൾക്ക് ഉദ്യോഗ കയറ്റം കിട്ടുന്നതും ഒരു പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പദവി കൊടുക്കുന്നതൊക്കെ ആയിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ പല ഗ്രന്ഥങ്ങളിലും
ഈ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചെല്ലാം പരാമർശമുണ്ട്. ഏതായാലും എന്താണ് സ്വപ്നം? അതാണ് നമ്മൾ ഇന്നത്തെ ചിന്താവിഷയം. പല തിയറികളുണ്ട്. ഏതായാലും ബ്രെയിനിന്റെ ഒരു പ്രതിഭാസമാണ് സ്വപ്നം. ഇപ്പൊ സ്വപ്നം കൊണ്ട് പ്രയോജനമുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞ് സ്വപ്നത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട്, ഡെയിലി സ്വപ്നം കാണുന്നു, കള്ളന്മാർ വരുന്നതായിട്ട് കാണുന്നു, അതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ആസ്വാദ്യകരമായിട്ടുള്ള സ്വപ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ, അല്ലെ ഭൂമി തന്നെ, മനുഷ്യർ തന്നെ മറ്റൊരവസ്ഥയിലായിരിക്കും. ഒരു സിനിമാ ഗാനം ഉണ്ടെന്ന് തോന്നുന്നു, സ്വപ്നങ്ങളിൽ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിലും പറഞ്ഞൊരു പാട്ടുണ്ട്. അത് വസ്തുതയാണ്. കാരണം പല വിധത്തിൽ സ്വപ്നം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആന്തരിക മനസ്സിനെ സഹായിക്കുന്നുണ്ട്, നമ്മ മെമ്മറിയെ സഹായിക്കുന്നുണ്ട്, ലേണിങ്ങിനെ സഹായിക്കുന്നുണ്ട്, തീരുമാനം എടുക്കാൻ സഹായിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരു പേഴ്സണലായിട്ട് ഇന്റർപേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സ്വപ്നങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ നല്ല ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് മറ്റൊരവസ്ഥ ആയിരിക്കും എന്ന് കവി പാടിയത്. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, കേൾക്കാമോ? കേൾക്കാം, നല്ലപോലെ കേൾക്കാം. കേൾക്കാം. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ആണോ? ഇവിടെ ഇല്ല, കേൾക്കുന്നവർക്കില്ല. ശരി ശരി, ഞങ്ങൾക്കൊക്കെ നന്നായി കേൾക്കുന്നുണ്ട്. ശരി ശരി, നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കാമൻ കൊയറ്റാണ്, സ്വപ്നം കാണാം. ശരിയാണ്, എല്ലാരും കൊയറ്റാണെന്ന് തോന്നുന്നു, വളരെ കീനായിട്ട് ഇരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഈ സ്വപ്നം എന്ന് പറയുന്നത് അത് ഒരു പ്രതിഭാസമാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അതാണ്. അപ്പം മൈൻഡിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. മൈൻഡിന്റെ മാത്രമല്ല, ശരീരത്തിന്റെ എന്നുകൂടി പറയണം. കാരണം നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കിട്ടുന്നത്. നമ്മൾ ഫീൽ ചെയ്ത് കിട്ടുന്നു, മണത്ത് കിട്ടുന്നു, ടേസ്റ്റ് ചെയ്ത് കിട്ടുന്നു, ടച്ച് ചെയ്തും കണ്ടും കേട്ടും ഒക്കെയാണ് ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ എത്തുന്നത്. ആ ബ്രെയിൻ അത് സിഗ്നൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് ബ്രെയിനിൽ നിന്നും കോർട്ടക്സിലേക്ക് വന്ന്, കോർട്ടക്സ് ആണ് ഇത് ഇമേജ് അല്ലെ ഇമേജറി വിഷ്വൽസ് ഉണ്ടാക്കി നമ്മളെ കാണിക്കുന്നത്. അത് വലിയ ഒരു സ്ക്രീനിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പല സിനിമാസ്കോപ്പ് സ്ക്രീനിലോ അല്ലെങ്കിൽ വിസ്റ്റാരമ സ്ക്രീനിലൊക്കെ ആയിരിക്കും, വൈഡ് സ്ക്രീനിലാണ് നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നത്. ഇപ്പൊ നടക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഒരു ഇമേജറി വിഷ്വൽ ഉണ്ടാക്കുന്നത് കോർട്ടിക്കൽ ഭാഗം ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കയറിയത്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്ഡാല, സ്ക്ലിറോസിസ് ഓഫ് മാഗ്ഡാല അത് പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിയാണോ? ശരിയാ. യെസ്. അപ്പം മാഗ്ഡാലയ്ക്ക് വലിയൊരു പങ്കുണ്ട് സ്വപ്നത്തില്, സ്വപ്നം ഉണ്ടാക്കുന്നതിൽ. മാഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ്, ഇതിനൊക്കെ വലിയ പങ്കുണ്ട്. അത് ലിംബിക് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അതായത് ബ്രെയിൻ സ്റ്റമ്മിന്റെ ഒരു വലിയ പാർട്ടാണ് ലിംബിക് സിസ്റ്റം. അതിലെ അംഗങ്ങളാണ് ഈ മാഗ്ഡാലയും ഹിപ്പോ ക്യാമ്പസ്. നമുക്ക് പിന്നീട് പറയാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും അതിന് സ്ക്ലിറോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഒരു സ്ക്ലിറോസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ അത് റീജനറേഷൻ ഇല്ലാത്ത ഭാഗമാണ്. റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡീജനറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഉള്ളത് നശിക്കാതെ ഫർദർ സ്ക്ലിറോസിസ് ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് കാക്കാം എന്നുള്ളതൊരു സത്യവുമാണ്. അതുകൊണ്ട് ഇതിന്റെ മെക്കാനിസം ഞാൻ പറഞ്ഞു. ഈ വിഷ്വൽസ് ഉണ്ടാകുന്നത് ബ്രെയിനിൽ നിന്നും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കോർട്ടക്സിലേക്ക് വന്ന്, കോർട്ടക്സ് ആണ് ഇതിന്റെ ഈ പ്രതിബിംബങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഈ ഇൻഫോർമേഷൻസ്, ഞാൻ ഒരിക്കൽ പറയുണ്ടായെന്ന് തോന്നുന്നു, ഇൻഫോർമേഷൻസ് നമ്മൾ ബ്രെയിനിൽ സൂക്ഷിക്കുന്ന സിഗ്നൽസ് ആയിട്ടാണ്. അതായത് കമ്പ്യൂട്ടറിന് ഒരു ഭാഷയുണ്ട്, C++, അങ്ങനെ ഒരു ഭാഷ ഉള്ളതുപോലെ തന്നെ മനുഷ്യന്റെ ബ്രെയിനിൻ്റെതായ ഒരു ഭാഷയുണ്ട്.
അത് സിഗ്നൽസ് ആയിട്ടാണ് ഈ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത കുറച്ച് കാര്യങ്ങളും മറ്റ് ബുക്കിൽ നിന്നും ഒക്കെ റെഫർ ചെയ്ത കാര്യങ്ങളും, അപ്പൊ എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ ഉള്ള ചില കാര്യങ്ങളുണ്ട്, റീസെന്റ് ആയിട്ട് കിട്ടിയ കാര്യങ്ങളുണ്ട്, മെമ്മറിയിൽ എൻ്റെ ബ്രെയിൻ തന്നെ ഉറപ്പിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ആകത്തുക പ്രോസസ് ചെയ്താണ് നമുക്ക് ഒരു ഇമേജറി വിഷ്വൽസ് ബ്രെയിൻ ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞ് ഇത് സങ്കീർണമായ ഒരു വിഷയമാണെന്ന് പറയാനും അതാണ് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സിഗ്നൽസ്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത സിഗ്നൽസ് ആണ്. അപ്പം എനിക്ക് പറയാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ അതിന് ബന്ധപ്പെട്ട സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ആ സിഗ്നൽസ് ബ്രെയിൻ്റെ കോർട്ടിക്കൽ ഏരിയ, അത് കഴിഞ്ഞ് ലോവർ മോട്ടോർ ന്യൂറോൺസിലെത്തുന്നു. അതാണ് വോളണ്ടറി മസിൽസിനെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ അത് ആംപ്ലിഫൈ ചെയ്ത് ആ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽസ് അല്ലെങ്കിൽ കമാൻഡ്സ് റെസ്പിറേറ്ററി മസിൽസിലേക്ക് അയക്കും. അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസ് എല്ലാം ഒന്നിച്ചിങ്ങനെ കോൺട്രാക്ട് ചെയ്യും. ഒരു ഫോഴ്സ്ഫുൾ കറന്റ് വിച്ച് പാസസ് ത്രൂ ദ വോക്കൽ കോഡ് കോസിങ് വൈബ്രേഷൻ. വൈബ്രേഷൻ കോസ് സൗണ്ട്. സൗണ്ട് മീൻസ് വൈൽഡ് സൗണ്ട്. അപ്പൊ ഈ വൈൽഡ് സൗണ്ട് നമ്മുടെ സ്പീച്ച് ഓർഗൻസ് മോഡിഫൈ ചെയ്ത് സിലബിൾസ് ആക്കി മാറ്റുന്നു. അപ്പോൾ 2 or 3 സിലബിൾസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ മീനിങ് വേർഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇതേപോലെ തന്നെയാണ് വിഷ്വൽസ് ഉണ്ടാക്കുന്നു ബ്രെയിൻ. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സിഗ്നൽസ് എടുക്കുകയും അത് പ്രോസസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആസ്വാദ്യകരമായ, അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഡീപ്പ് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പര്യാപ്തമായ രീതിയിലൊക്കെ ഈ ഇൻഫോർമേഷൻസ് പ്രോസസ് ചെയ്ത് നമ്മൾ വിഷ്വലാക്കുന്ന ഒരു സംഗതിയാണ് ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സെൻസറി ഓർഗൻസ് ആണ്. അപ്പം ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബോഡിയിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ബ്രെയിനിൽ സൂക്ഷിക്കുകയും ആ ബ്രെയിൻ അതിന്റെ സിഗ്നൽസ് ആയിട്ട് കോർട്ടിക്കൽ ഏരിയയിലേക്ക് വിടുകയും കോർട്ടിക്കൽ പോർഷൻസ് ഇമേജ് അല്ല വിഷ്വൽസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആർക്കെങ്കിലും അതിനൊരു ഫർദർ വിശദീകരണമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. അപ്പൊ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റിലേക്ക് വെക്കണ്ട. എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ പറയൂ. അതെ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അത് തീർച്ചയായിട്ടും. ഇപ്പൊ എന്താണ് സ്വപ്നം, സ്വപ്നം എങ്ങനെ നമ്മൾ കാണുന്നു, വൈഡ് സ്ക്രീനിൽ എങ്ങനെ കാണുന്നു, അത് ആ കാര്യം മാത്രമേ നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. ലതാ മനോഹർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്തേ. നന്ദി വിശാല ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എന്റെ ചോദ്യം, എനിക്കിപ്പം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു സംശയം തോന്നിയതാണ്. നമ്മൾ ജാഗ്രതയിൽ ഇരിക്കുമ്പോഴും ഒരു സ്വപ്നമാണല്ലോ നമ്മളെ ഇത് പഠിക്കാനായിട്ടും ഇത് മനസ്സിലാക്കാനും നമ്മുടെ ബ്രെയിനിനെ പ്രാപ്തമാക്കുന്നത്. അത് നമ്മൾ ജാഗ്രത ഇരിക്കുന്ന നമ്മുടെ സ്വപ്നമാണ്. അത് സ്വപ്നമായിട്ടാണ് പോയി കാരണശരീരത്തിൽ പോയി മെമ്മറി ആയിട്ട് അവിടെ ഫീഡ് ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് വരാം. അത് നമ്മുടെ സ്ലീപ്പിന്റെ 2-3 സ്റ്റേജ് ഉണ്ട്. അതുകൂടെ പറയുമ്പോൾ ഇത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. സ്ലീപ്പിന് 3-4 സ്റ്റേജ് ഉണ്ട്. അതിൽ 4ാമത്തെ സ്റ്റേജ് ആണ് ശരിക്കും ഡ്രീം കാണുന്നത്. അത് ഏതാണ്ട് സെമി കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു ഹാഫ് വേക്ക് അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും ഡ്രീം കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, പിന്നെ ഇപ്പൊ ജാഗ്രതയിലുള്ള സ്വപ്നവും ഉറക്കത്തിലുള്ള സ്വപ്നവും തമ്മിൽ എങ്ങനെയാണ് ഈ നമ്മുടെ തലച്ചോറിനകത്ത് ഇതാക്കുന്നത്? ജാഗ്രതയിലുള്ള സ്വപ്നമുണ്ട്, അത് നമ്മൾ സ്വപ്നം മെമ്മറിയിൽ നിൽക്കും, അതിന്റെ ഇമ്പാക്റ്റും ഉണ്ടാവും. മറ്റേ ഡീപ് സ്ലീപ്പിൽ പലതും നടക്കും, അത് വേഗമായിട്ട് മാത്രമേ കാണുള്ളൂ, അവ്യക്തമായിരിക്കും. ഓക്കെ, ശരി, താങ്ക് യു.
പിന്നെ ചോദിച്ചത് എന്തുകൊണ്ട്, എങ്ങനെ. അതിലൊന്ന് നേരത്തെ പറഞ്ഞ ബ്രെയിൻ സ്റ്റെം, ഈ സ്റ്റെമ്മിന് ഏതെങ്കിലും ലീഷൻ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ഡിസ്ട്രസിങ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അസ്വാദ്യമായിട്ടുള്ള സ്വപ്നമല്ല, ഡിസ്ട്രസിങ് ആയിരിക്കും, ഭയപ്പെടുന്ന ഹൊറിബിൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് റിക്കറന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്റ്റെം, ബ്രെയിൻ സ്റ്റെമ്മിന് ലീഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ അതിൽ ഈ സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാഗ്ഡാല ആൻഡ് ഹിപ്പോകാമ്പസ്. അത് ലിംബിക് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ്. അതുങ്ങളെല്ലാം കൂടിയാണ് നമ്മുടെ ഈ ഭാവന, ചിന്ത, മെമ്മറി ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? അത് ഒന്ന്, മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫയലിംഗ് ആണ്. നമ്മുടെ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഫയൽ ചെയ്ത് ഒരു ലോങ് ടൈം മെമ്മറി വേണമെങ്കിൽ ആ രീതിയിലേക്ക്, ഷോർട്ട് ടൈം മെമ്മറി വേണമെങ്കിൽ ആ രീതിയിലേക്ക്, അതല്ല തള്ളിക്കളയേണ്ടതാണെങ്കിൽ ആ രീതിയിലേക്ക് ബ്രെയിൻ പ്രോസസ് ചെയ്ത് ഫയൽ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഡ്രീമിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ അങ്ങനെ ഈ ഡ്രീംസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പല പ്രവർത്തനങ്ങളും നിലച്ചുപോകും, ഒന്നും പുരോഗമിക്കാതെ നിന്നുപോകും. അതുകൊണ്ടാണ് സ്വർഗകുമാരികൾ എന്ന് കവി പാടാൻ കാരണം. പിന്നെ അത് സെക്കൻഡറി കോൺഷ്യസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ സബ് കോൺഷ്യസ് ഉണ്ട്, കോൺഷ്യസ് ഉണ്ട്, സെക്കൻഡറി കോൺഷ്യസ് ഉണ്ട്. അപ്പൊ സെക്കൻഡറി കോൺഷ്യസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം. സെക്കൻഡറി കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ, അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ തന്നെ അവെയർ ആകുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ സെക്കൻഡറി കോൺഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണം സാർ. അത് ഒരു അവയർനെസ്. ഇപ്പൊ നമ്മുടെ തന്നെ ചിന്ത, അതിനെക്കുറിച്ച് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവെയർ ആകുന്ന ഒരവസ്ഥ. ഓക്കെ, ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ലീഷൻ, ബ്രെയിൻ സ്റ്റെമിന്റെ ലീഷൻ സ്വപ്നത്തിന് സാധ്യത കൂടുതലാണ്. അത് മിക്കവാറും ഡിസ്ട്രസിങ് ആയിട്ടുള്ള, അല്ല ത്രെട്ടനിങ് ആയിട്ടുള്ള, ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് സ്ലീപ്പ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഐ മൂവ്മെന്റ്സ് വളരെ വളരെ മൈൽഡായിട്ട് ഐ മൂവ്മെന്റ്സ് ഉണ്ടാവും. ബോഡി റിലാക്സ് ചെയ്യും, ചെറുതായിട്ട് റിലാക്സ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജില് ബോഡി കുറച്ചുകൂടെ നന്നായിട്ട് റിലാക്സ് ആവും. ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, ഇതിന്റെ റേറ്റ് കുറയും. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് ആൽഫ ആൻഡ് തീറ്റ വേവ്സ് ആണ്. ആൽഫ ആൻഡ് തീറ്റ വേവ്സ്. തേർഡ് സ്റ്റേജ് അതാണ് ഡീപ്പ് സ്ലീപ്പ്. അവിടെ ഐ മൂവ്മെന്റ് തീരെയില്ല, നന്നായിട്ട് ഉറങ്ങുന്നു, ക്വൈറ്റ് സ്ലീപ്പ് ആയിരിക്കും. ഡെൽറ്റ വേവ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഫോർത്ത് സ്റ്റേജ് അത് ഏതാണ്ട് ഈക്വൽ ടു ഹാഫ് വേക്ക്ഫുൾനെസ് ആണ്. നമ്മൾ ഏതാണ്ട് പകുതി കോൺഷ്യസിലും പകുതി അൺകോൺഷ്യസിലും ആയിട്ടുള്ള ഒരു ഹാഫ് വേക്ക്ഫുൾനെസ്, അതാണ് അന്ന് ആ അവസ്ഥ. അതാണ് സ്വപ്നത്തിന്റെ സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്.
അപ്പൊ ഈ സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലേണിങ്, മെമ്മറി പ്രോസസ് ചെയ്ത് ലോങ് ടൈം മെമ്മറിയിലേക്കോ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കോ ഒക്കെ ഫയൽ ചെയ്യുന്നത് ഈ സമയത്താണ്. റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പം വളരെ വൈഡായിട്ടുള്ള സ്ക്രീനിലാണ് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ഉണ്ടാവും. കണ്ണടഞ്ഞിരിക്കും, പക്ഷെ ഐ ബോൾ ഇങ്ങനെ ശരിക്കും മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് ക്വയറ്റ് സ്ലീപ്പ് എന്ന് പറയാം. റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ഉള്ളപ്പോൾ ആക്റ്റീവ് സ്ലീപ്പ് എന്നും പറയാം. നേരത്തെ പറഞ്ഞ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലേണിങ്ങിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയല്ല കൺസോളിഡേഷൻ, അത് ഫയലിങ്, ദീർഘകാല മെമ്മറിക്കും ഷോർട്ട് ആയിട്ടുള്ള മെമ്മറിക്കും ഉള്ള വസ്തുക്കൾ പ്രോസസ് ചെയ്ത് ഫയൽ ചെയ്യുന്നു. അത് ഈ 4th സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത്. ദെൻ ഇമോഷണൽ റെഗുലേഷൻ. പലപ്പോഴും നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും, കൂടുതൽ ഇമോഷൻസ് ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം. ഇതിനെല്ലാം ഒരു പരിഹാരം കൂടിയാണ് ഡ്രീംസ്. ഇതിനെല്ലാം നമ്മൾ സോഫ്റ്റ് ആക്കും. ഇത് കാണുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് 2 ഭാഗങ്ങളാണ്, അമിഗ്ഡാല ആൻഡ് ഹിപ്പോ കാമ്പസ്. അത് ലിംബിക് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഏതാണ്ട് ഫ്രോണ്ടൽ ലോബിന്റെ ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഫ്രോണ്ടൽ ലോബിന്റെ ഏറ്റവും ഡിസ്റ്റന്റ് ഏരിയയിൽ. അപ്പൊ ഇവിടെ വെച്ചാണ് ഈ ഇൻഫോർമേഷൻസ് എല്ലാം ലോങ് ടൈം മെമ്മറിയിലേക്ക് ഫയൽ ചെയ്ത് മാറ്റുന്നത്. അമിഗ്ഡാലസ്, ഹിപ്പോകാമ്പസ്, അതല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം, സ്റ്റം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇപ്പൊ പറയാം. അമിഗ്ഡാലയെ കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞാൽ നല്ലതാണ്. അല്ല, ഇതിന്റെ ഈ നമ്മുടെ പറഞ്ഞു നമ്മുടെ ഇമോഷൻ, ഇമാജിൻ, പെർസെപ്ഷൻ, മെമ്മറി, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് ഈ ലിംബിക് സിസ്റ്റം. അതിന്റെ ഘടകങ്ങളാണ് മാഗ്ഡാലസും ഹിപ്പോ കാമ്പസും. അത് ഫ്രോണ്ടൽ ലോബിന്റെ ഇങ്ങേ അറ്റത്താണ് ഇരിക്കുന്നത്, ഏറ്റവും ഡിസെൻഡേരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിത്തടത്തോട് ചേർന്നുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്നുള്ളത് ത്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ മനസ്സിന്റെ ഭയം അല്ലെങ്കിൽ അതിനോടുള്ള ആങ്സൈറ്റി ഒരു പരിധിവരെ കുറയ്ക്കാൻ സ്വപ്നങ്ങൾ സഹായിക്കുന്നു. ത്രെറ്റ്, അതിനെ ത്രെറ്റ് സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. ദെൻ റിപ്രസ്ഡ് ലോങ്ങിങ്, അടിച്ചമർത്തപ്പെട്ടുള്ള അംബിഷൻസ്, ആഗ്രഹങ്ങൾ, അല്ല സാക്ഷാത്കരിക്കപ്പെടാത്ത ചില പാഷൻസ്, അംബിഷൻസ്, അത് ലോങ് ഫോർ സംതിങ്,
അതങ്ങനെ സാക്ഷാത്കരിക്കപ്പെടാ കിടക്കുകയാണെങ്കിൽ ഈ സ്വപ്നം ഒരു പരിധിവരെ അതിന് പരിഹാരമാണ്. സ്വപ്നത്തിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. Then cognitive stimulation. അതായത് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ്, നേരത്തെ അതും നമ്മുടെ ആവശ്യ ഘടകങ്ങൾ തന്നെയാണ്. അതായത് പെർസെപ്ഷൻ, മെമ്മറി, ഇമാജിനേഷൻ, ഈ ഘടകങ്ങളെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഈ സ്വപ്നങ്ങളിലൂടെയാണ്. ചിലപ്പോൾ ദീവാസ്വപ്നങ്ങൾ കാണുന്നത് ഇങ്ങനെ ഓവറായിട്ടുള്ള സ്റ്റിമുലേഷൻ വരുമ്പോഴാണ്. അതായത് പകൽക്കിനാവും, അയാൾ പൂർണ്ണമായിട്ടും കോൺഷ്യസ്, നേരത്തെ ചോദിച്ചായിരുന്നല്ലോ, ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്വപ്നം കാണുന്നത് ദീവാസ്വപ്നങ്ങളാണ്, പകൽക്കിനാവും. അപ്പൊ അത് തെറ്റായ രീതിയിലുള്ള ഒരു സ്റ്റിമുലേഷൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ്. കൂടുതലും അഡോളസന്റ് പീരീഡിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ദെൻ ഒരു പരിധിവരെ സൈക്കോളജിക്കൽ ബാലൻസ് സ്വപ്നങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റ്, ഇന്റർപേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ്, അതുപോലെ കോൺട്രഡിക്ഷൻസ്, ഇതെല്ലാം ബ്രിങ് ടുഗദർ ആൻഡ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കും, ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ കോംപ്ലക്സ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ കോംപ്ലിക്കേഷൻ ഒക്കെ മാറ്റി ലഘൂകരിച്ച് നമുക്കൊരു ഐഡിയാസ് പലപ്പോഴും സ്വപ്നത്തിലൂടെ നമുക്ക് സഹായകരമാകുന്നു. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഒന്ന് ഫാളിങ് ഫ്രം ഹൈറ്റ്, മിക്കവാറും കുട്ടികളൊക്കെ ആയിരിക്കും താഴത്തോട്ട് വീണ് പരിക്ക് പറ്റുന്നതായിട്ടൊക്കെ. അങ്ങനെ ചേസ് ചെയ്യുന്ന പോലെ, ഒന്നല്ലെങ്കിൽ നായോ അതല്ലെങ്കിൽ മറ്റ് കളമാരോ ഒക്കെ ചേസ് ചെയ്ത് പിടിക്കാനായിട്ട് ഓടുന്ന പോലെ, അതും കുട്ടികളിലാണ് അത് കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസ്, കൂടുതൽ ലേഡീസ് ആണ് ആ എന്തോ മെഡിസിനും കൂടെ പറയാം അതിൽ കൂടെ പറയാം തെറാപ്യൂട്ടിക്സ് പറയാൻ വരുന്നുണ്ട്. അതുപോലെ അപ്പൊ ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് അത് കൂടുതലും ലേഡീസിനാണ് ഇത് അനുഭവപ്പെടുന്നത്. കൂടുതൽ ജെൻസിന് ഇല്ല എന്ന് പറയുന്നില്ല, കൂടുതൽ അങ്ങനെയാണ്. ദെൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് വന്ന് കിടപ്പ് രോഗിയായി പോകുന്ന അങ്ങനെയുള്ള സ്വപ്നങ്ങൾ, അതും കൂടുതൽ ലേഡീസിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫീലിംഗ് ലോസ്റ്റ്, ഇപ്പൊ എന്താണ് എന്ന് അവ്യക്തമാണ്, എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള സ്വപ്നം അവ്യക്തമായിരിക്കും. ഫീൽസ് as if something lost. അപ്പൊ അതിനെല്ലാം നമ്മൾ അത് ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന് കാരണം ഉണ്ടാവും. കാരണം ഒന്നല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ഭാവി പോയി എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഇത് അസജ്ഞാവസ്ഥ വന്നതുകൊണ്ട് ആയിരിക്കാം. ഏതായാലും പിന്നിൽ ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇൻട്രോഗേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ തക്കതായ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും. റെക്കറന്റ് ആയിട്ട് അയാൾക്ക് വരുന്ന ഈ സ്വപ്നം അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ
അല്ലെങ്കിൽ വില്ലിനെയൊക്കെ ബാധിക്കും. അതുപോലെ ഫീലിംഗ് ട്രാപ്ഡ്, നമ്മൾ ഏതോ കെണിയിൽ പെട്ടുപോകുന്നു എന്നുള്ള സ്വപ്നം. അതും അത് തന്നെയാണ്, ആശങ്ക, ആങ്സൈറ്റിയാണ് അതിന്റെ പിന്നിലുള്ളത്. ബീയിങ് അറ്റാക്ഡ്, നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് സ്വപ്നം കാണുന്നു, ഞെട്ടി ഉണരുന്നു, ചിലർ കരയുന്നു, അങ്ങനെയൊക്കെ. ദെൻ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അത് സ്പ്ലിറ്റായി പോകുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാകുന്നു, അങ്ങനെയൊക്കെയുള്ള തോന്നലോടുകൂടി ഞെട്ടി ഉണരുന്ന സ്വപ്നം. അതുപോലെ ഫെയിലിയർ, ഹെൽപ്ലെസ്നെസ്, അങ്ങനെ സ്വപ്നം കാണാറുണ്ട്. എന്ത് എങ്ങനെയെന്നുള്ളത് അവ്യക്തമായിരിക്കും. അതിനുള്ള കാരണം ആ വ്യക്തിക്ക് ഉണ്ടാവാം, അതിനൊരു ഹിസ്റ്ററി. മിസ്ഫോർച്യൂൺ, അതും ഏതാണ്ട് ഇതോട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും. എനിക്ക് ഭാവിയില്ല, ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ. ദെൻ സഫോക്കേഷൻ, സ്ട്രാങ്കുലേറ്റ് ചെയ്യപ്പെടുന്ന പോലെയോ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള സ്വപ്നം. പിന്നെ ടീത്ത് ഇങ്ങനെ അടന്നു പോകുന്ന പോലെ, പല്ല് കൊഴിഞ്ഞു പോകുന്നുള്ള സ്വപ്നം, ഫാളിങ് ഓഫ് ടീത്ത്. അത് പലപ്പോഴും അമിതമായ സ്ട്രെസ്സിന്റെ ഫലമായിട്ടുണ്ടാകുന്നു. അതുപോലെ ഫ്ലൈയിങ്, പറക്കുന്ന പോലെയുള്ള സ്വപ്നം, പറന്നു പോകുന്ന പോലെ, പറന്നു ഉയരുന്ന പോലെയൊക്കെയുള്ള സ്വപ്നം. അത് ഒരുപക്ഷെ അയാളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഫ്രീ ആകുന്നു എന്നുള്ള പ്രതീക്ഷയാകാം, അല്ലെ ഫ്രീ ആയതിനു ശേഷമായിരിക്കാം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ. ഫ്ലൈയിങ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ പര്യാപ്തമായ രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള തോന്നലോടുകൂടി ഞെട്ടുണരുക, കരയുക. മിക്കവാറും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഒന്നാമൻ ആകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം അതിന്റെ പിന്നിൽ. അതുപോലെ ബീയിങ് ഷിഫ്റ്റഡ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ആയിരിക്കുന്ന പോലുള്ള സ്വപ്നം. വീട്ടിലല്ല, മറ്റൊരു സ്ഥലത്ത്. ബീയിങ് ഷിഫ്റ്റഡ്. ടൊർണാഡോ, ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ ആയിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്. അത് നാശം വിതയ്ക്കുന്ന പോലെയൊക്കെ ആയിരിക്കും സ്വപ്നം കാണുന്നത്. അപ്പൊ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നല്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത സാഹചര്യമായിരിക്കാം അതിന്റെ പിന്നിലുള്ള സ്വപ്നം. അതുപോലെ ബഗ്സ്, മൂട്ട, അതല്ലെങ്കിൽ പുഴുക്കൾ മുരയ്ക്കുന്ന പോലെ സ്വപ്നം കാണുക നമ്മുടെ ശരീരത്തിലൂടെ. അത് രണ്ട് കാരണങ്ങളായിരിക്കാം. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒരു ഗിൽറ്റി മൈൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ആയിരിക്കാം. എന്തോ നമ്മുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള ഈ സ്വപ്നം കാണുന്നത്. പുഴു നിറയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ മൂട്ട ഇങ്ങനെ എഴിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. ബീയിങ് നേക്കഡ്, നമ്മൾ നഗ്നനാക്കപ്പെടുന്നു എന്നുള്ള സ്വപ്നം. അത് പലപ്പോഴും കള്ളി വെളിച്ചത്താകുന്നു, അല്ലെങ്കിൽ ആകാം എന്നുള്ള സാഹചര്യമായിരിക്കാം. ദെൻ റെക്കറന്റ് ഡ്രീംസ്, തുടർച്ചയായിട്ടുള്ള ഡ്രീംസ്. അതിനും കാരണം ഈ പറഞ്ഞ പോലെ അൺസോൾവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെ ഇഷ്യൂസ് ആയിരിക്കാം റെക്കറന്റ് ആയിട്ട് സ്വപ്നം കാണുന്നത്. പിന്നെ ഫീവർ ഡ്രീംസ് ഉണ്ട്.
ഫീവർ ഡ്രീംസ്. അത് ഈ ചിലപ്പം കുട്ടികൾ പേടിപ്പെടുത്തുന്നതായിരിക്കാം. അഡോളസൻസിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടുതൽ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. പിന്നെ വിവിഡ് ഡ്രീംസ്, അത് മിക്കവാറും മോമെന്ററി ആയിരിക്കും. മോമെന്ററി ആണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് വിവിഡ് ഡ്രീംസ്. പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡ്രീംസ് ഉണ്ടാക്കാമോ? അത് ഒന്നാണ് മെഡിസിൻ, മെഡിക്കേഷൻ കൊണ്ട് ഡ്രീംസ് ഉണ്ടാക്കാം. എന്താ ഈ സപ്രസർ, അതുപോലെ തന്നെ മൈൻഡ് സ്റ്റേബിലൈസ് ചെയ്യാനൊക്കെ മോഡേൺ മെഡിസിൻസ് ഉണ്ട്, അങ്ങനെയുള്ള മെഡിസിൻ. പിന്നെ ഡ്രഗ്സ് ഇപ്പം വ്യാപകമായിട്ട് ചെറുപ്പക്കാർ, കുട്ടികൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഭീകര സ്വപ്നം, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം മെഡിസിൻ. പിന്നെ ഹെവി മീൽ, നല്ല തീറ്റപ്രിയന്മാരുണ്ട്. അങ്ങനെ ഹെവി ആയിട്ട് മീൽസ് കഴിച്ച് കിടക്കുകയാണെങ്കിലും സ്വപ്നത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ബ്രെയിൻ സ്റ്റം ലീഷൻ, അതും സ്വപ്നത്തിന് കാരണമാണ്. പിന്നെ സ്ലീപ്പില് അപ്നിയ സ്വപ്നം കാരണമാകാറുണ്ട്. അതൊന്ന് ഡ്രൗണിങ്, മുങ്ങി മരിക്കാൻ പോകുന്നു എന്നുള്ള സ്വപ്നം, അല്ലെങ്കിൽ സ്ട്രാങ്കുലേറ്റ് ആയിട്ടുള്ള സ്വപ്നം. ഫലത്തിൽ അയാൾക്ക് അപ്നിയ അനുഭവപ്പെടാം. ദെൻ അബ്നോർമൽ ഡ്രീംസ്, അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ്, ഒരേ കണ്ടന്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് തീംസ്, ഏതെങ്കിലും ഒരു തീമാണ് കാണുന്നതെങ്കിൽ അത് സ്റ്റീരിയോ ടൈപ്പ് റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഒരു പക്ഷെ ഒരു എപ്പിലെപ്സിയിലേക്ക് നയിക്കാവുന്ന സാഹചര്യമാണ്. പിന്നെ വെരി റയർ ടൈപ്പാണ് ലൂസിഡ് ഡ്രീംസ്. ലൂസിഡ് മീൻസ് ക്ലിയർ മൈൻഡ് എന്നാണ്. അപ്പോൾ ദിവാസ്വപ്നം അല്ലെ ഡേ ഡ്രീംസ്, പകൽക്കിനാവും, മിക്കവാറും കൗമാരപ്രായക്കാരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇനി ഒരു ചെറിയ ടിപ്സ് കൂടി പറയാമെന്ന് വിചാരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ആക്സിഡൻസ്, ഡ്രീംസ് ഓഫ് ആക്സിഡൻസ്. ഫസ്റ്റ് റെമഡി ലൈക്കോപോഡിയം, സെക്കൻഡ് സിലീഷ്യ. ആനിമൽസ്, ഡാഫ്നെ, പട്ടിയോ പൂച്ചയോ, മിക്കവാറും കുട്ടികളായിരിക്കും. അവൻ സെക്കൻഡ് റെമഡി ഓപ്പിയം. അത് കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ചെറിയ ചിലപ്പോൾ വളർത്തു മൃഗങ്ങളെയൊക്കെ കാണാം. ചില കുട്ടികൾ പേടിക്കും, ചില കുട്ടികൾ കരയും. ദെൻ ആങ്ഷ്യസ്, ഫസ്റ്റ് റെമഡി ചമാമില. ആർട്സ് ആൽബം, ആർജൻ നൈട്രിക്കം. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന റെമഡീസ് അക്കനേറ്റം, ബെലഡോണ, ബ്രയോണിയ, ആർണിക്ക.
Then business matters. Selenium, bryonia. Confused dreams. Syngona, officinalis. Natrum mode. Death. Dreams of death. Ars lachesis. Dreamfulness. തുടർച്ചയായ സ്വപ്നം. അലുമിന, ബ്രോമിയം. എക്സിർഷൻ, ഫസ്റ്റ് റെമഡി റെസ്റ്റോക്സ്. നക്സോമിക, എപ്പിസ്മൽ. ഈറ്റിംഗ്, ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുന്നു. അബിസ്കാൻ, ഫാന്റാസ്റ്റിക് ഡ്രീംസ്. ഓപ്പിയം. ഫയർ, ഫ്ലെയിം, ലൈറ്റ്നിങ്. ഫസ്റ്റ് റെമഡി ബെലഡോണ. സെക്കൻഡ് യൂഫ്രേഷ്യ. ദെൻ റെഫർ ചെയ്യാവുന്നതാണ് ഫോസ്ഫറസ് ലാക്കേസിസ്. ഫ്ലൈങ്, ഡ്രീംസ് ഓഫ് എ ഫ്ലൈങ്. ആർട്സ് സൾഫ്യൂരിക്കേറ്റം ഫ്ലേവം, ASF. റസ് ഗ്ലാബ്, ഗ്ലാബല്ല. ഫ്രൈറ്റ്ഫുൾ, ഫ്രൈറ്റ്ഫുൾ. സിങ്കോണ, സിംഗമെറ്റ്. സെക്കൻഡ്. അതിന്റെ നെക്സ്റ്റ് ഡേ അതിൻ്റെയൊക്കെ ഇമ്പാക്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സിംഗമെറ്റ് ഈസ് ദ ഫസ്റ്റ് റെമഡി. ഫൊർഗോട്ടൻ ആയിട്ടുള്ള, മറന്നുപോയ, പകൽ മറന്നുപോയ കാര്യങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണുന്നു. ഫൊർഗോട്ടൻ മാറ്റേഴ്സ്. സെലിനിയം. pleasant or happy dreams. Sulfur. Hemorrhage, hemorrhage. Phosphorus. Very horrible. Calibrom, first remedy, second is Singamet. Belladonna പരിഗണിക്കാം. റെഫർ ബെല്ലഡോണ. പിന്നെ ഒരു നീണ്ട നിര വേറെയുണ്ട്. ആർജന്റൈൻ നൈട്രിക്കം, ഓറമറ്റ്, കാക്ടസ്, ടെമോമില, കോൾച്ചിക്കം, അയോസിയാമസ്. Then images.
അതായത് വീഡിയോയും സ്റ്റില്ലും പോലെ. സാധാരണ നമ്മൾ വീഡിയോ പോലെയാണ് സ്ക്രീനിലൂടെ ഇങ്ങനെ കാണുന്ന സംഭവങ്ങൾ, അത് സ്റ്റില്ലായിട്ട് ഇമേജ് മാത്രമായിട്ട് കാണുന്നത്. ദാറ്റ് ഈസ് ഇമേജ്. അത് മിക്കവാറും വൈൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും, ഒരു ഇമാജിനറി വിഷ്വൽ. ഹയോസ്യാമസ്. ലാസീവിയസ്. കന്നാബിസ് ഇൻഡിക്ക. കോബാൾട്ട്. സ്റ്റാവിഷാരിയ. ഹയോസ്യാമസ്. ഡയോസ്കോറിയ. ലാഫിംഗ്. ലാഫിംഗ്. അലുമിന. ഫസ്റ്റ് റെമഡി, സെക്കൻഡ് കോസ്റ്റിക്കം. Then robbery, theft, thief. Natrum or first remedy, second sovereign. Snake. First remedy argentum nitricum, second lachesis. Vivid dreams, vivid. Cannabis indica, Dioscorea. That's all. ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും റെസിപ്രോക്കൽ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ സാറേ, എന്തായാലും സാറ് പറഞ്ഞ 3 ടോപ്പിക്കും കവർ ചെയ്തു. എല്ലാവർക്കും സ്വപ്നം ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. ഇനി മറ്റു ഡോക്ടേഴ്സിന് എന്താ സംശയങ്ങൾ ചോദിക്കാനുള്ളത് നോക്കാം. ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ സംസാരിച്ചു. ഞാൻ ആദ്യം തന്നെ മോഡറേറ്ററുടെ സ്വപ്നത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചോദിച്ചില്ലേ നേട്രം മോഡ്, അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ട് സോരണം കഴിച്ചാൽ ഇത് ഞാൻ പറഞ്ഞു. സാറെന്നാ പറയുന്നു? അതെ അതെ, ഞാനത് പറഞ്ഞിരുന്നു ഇപ്പോ. ഞാൻ കേട്ടില്ല. അത് ശരി. മാഡത്തിന്റെ മെഡിസിൻ ആണെന്ന് പറഞ്ഞില്ല. റോബേഴ്സിനെ സ്വപ്നം കണ്ടത് കൊണ്ട് അതാണ് മരുന്നെന്ന് പറഞ്ഞില്ല. ഞാനത് പറഞ്ഞെന്നുള്ളത്. പിന്നെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ മയസ്മാറ്റിക് ആയിട്ട് സോറണം. പിന്നെ ഇത് ഈ പലപ്പോഴും നമുക്ക് എൻ്റെ അഭിപ്രായത്തില് നമുക്ക് ഡിസീസ് കിട്ടുമ്പം ഒന്ന് സാധാരണ കേസ് എടുക്കുമ്പം ഒന്ന് നമുക്ക് സിംറ്റമാറ്റിക് ചിലപ്പോൾ കിട്ടും. അത് ഈ കുറച്ചുകൂടെ എളുപ്പമാണ് പ്രിസ്ക്രൈബ് ചെയ്യാൻ. ചിലപ്പം നമുക്ക് രണ്ടും കൂടെ കിട്ടും. അതായത് പതോളജിക്കൽ ആൻഡ് സിംറ്റമാറ്റിക് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടും. ചിലപ്പം ഇത് രണ്ടും ഇല്ലാതെ വെറും ഡയഗ്നോസ് മാത്രം. എനിക്ക് ഡയബറ്റീസ്, പക്ഷേ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡയബറ്റീസാണ്, എനിക്ക് വേറെ ഒരു അസുഖവും ഇല്ല. ചിലർ വന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഡ്രീംസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഉദാഹരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരിക്കൽ പല അസുഖത്തിനും പലതും ചെയ്തിട്ടും കുറഞ്ഞില്ല. അവസാനമായിട്ട് ഡ്രീംസിനെ ഞാൻ പിടിച്ചു. അത് എനിക്ക് ഡോക്ടർ ദിവാൻ ഹരിചന്ദ് സാറും പിന്നെ ഡോക്ടർ പട്ടേലും പറഞ്ഞു തന്ന പരിപാടിയാണ്. ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്നാ സ്വപ്നം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ ആനയെ സ്വപ്നം കാണും.
പക്ഷെ റെപ്പർട്ടറിക്കകത്ത് ആന സ്വപ്നം കാണുന്ന ഒരു റൂബ്രിക് ഇല്ല. ആനിമൽസ് നോക്കിയാൽ മതി. അതെ, ആനിമൽസിൽ ബിഗ് ആനിമൽസ് നോക്കണം, അതെ. അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് നോക്കണം. അതിൻ്റെ അകത്ത് നക്സോമിക്ക 3 മാർക്സിൽ കിടപ്പുണ്ട്. നക്സോമിക്ക കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ അസുഖങ്ങളും കുറഞ്ഞു. ഒറ്റ ഡോസ് മെഡിസിനെ കൊടുത്തുള്ളൂ. അതാണ് ഡ്രീംസ് നമുക്ക് ഒന്നും കിട്ടാതെ വരുമ്പോൾ. അതുപോലെ എൻ്റെ ഒരു സീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച, നമ്മുടെ കുറിച്ചി ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച അയാൾ ഒരു കേസിൽ എന്നും ഡ്രീംസ് കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അയാൾ വെളിയിലോട്ട് ഇറങ്ങിയ വാഴച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തോന്നുന്നു, കയറ് തന്നാൽ പാമ്പാണെന്ന് തോന്നുന്നു. അത് പല മരുന്ന് കൊടുത്തിട്ടും കുറഞ്ഞില്ല. ഞാൻ റെപ്പർട്ടൈസ് ചെയ്തിട്ട് ഒരു ഡോസ് കയോസ്യാമസും 0/3 കുറച്ച് ഒരു 3-4 ഡോസ് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വരാതിരിക്കാൻ വേണ്ടി ട്യൂബർക്കുള്ളും കൊടുത്തപ്പം പിന്നെ അയാൾ കണ്ടിട്ടേ ഇല്ല. സ്വപ്നം കണ്ടിട്ട് പേടിയും പോയി. അപ്പം അങ്ങനെ ഒരു വണ്ടർഫുൾ എഫക്റ്റ് നമ്മുടെ മെഡിസിനുണ്ട്. എന്നും കിട്ടിയില്ലെങ്കിൽ ഡ്രീംസെ കയറി പിടിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതിനാ ഞാൻ ഇത് പറയാൻ. തീർച്ചയായിട്ടും. ഒന്നും ഓക്കെ. താങ്ക് യു വെരി മച്ച് സാറേ. വളരെ നന്നായിരുന്നു ക്ലാസ്. അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ഇത് സാറ് ഫോളോ ചെയ്ത ബുക്ക് ഏതാ? ഇപ്പം വായിച്ച ബുക്ക് സ്വപ്നത്തെ കുറിച്ചാ. ശരിക്കും പറഞ്ഞാൽ അതൊരു ബിസിനസിന്റെ ബുക്കാണ്. ബിസിനസിന്റെ ബുക്കാണ്. പിന്നെ പാരൽ ലൈൻസ് എന്ന് പറഞ്ഞ ബിസിനസിനെ കുറിച്ചുള്ള ബുക്കുണ്ട്. പാരൽ ലൈൻസ്. ഇവിടുന്ന് എൻ്റെ ഒരുമാതിരിപ്പെട്ട ബുക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വെച്ച് തപ്പിട്ടൊന്നും കണ്ടില്ല സാറ് പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാര്യം. അതായത് സ്വപ്നത്തെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തത് ഇത് ഫ്രോയിഡ്സ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആദ്യം സ്വപ്നത്തെ കുറിച്ച്. സൈക്കോളജി ബുക്കുകളിലുണ്ട് ഇത്. ഉണ്ടല്ലോ. കാരണം സൈക്കോളജിക്കൽ ഇഫക്റ്റ് കൂടുതലുള്ള. ഞാൻ ഇപ്പൊ സാർ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളതാണ്. കാരണം നമ്മൾ മൈൻഡും സ്വപ്നവും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിരിക്കണം നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മൈൻഡ് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, സ്വപ്നം അതിന്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് മൈൻഡും ഡ്രീമും നമ്മൾ തീർച്ചയായിട്ടും കണക്കിലെടുത്തിരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ സാറേ. ഇനി വേറെ ആരെങ്കിലും ഉണ്ട് സാറേ. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കാരണം ഈ വിഷയം ഒന്ന് പറയണമെന്ന് ഞാനാണ് സാറിനോട് അന്ന് റിക്വസ്റ്റ് ചെയ്തത്. എന്തായാലും സാർ ഇത്രയും വിശദമായിട്ട് ഈ ക്ലാസ് തന്നതിന് സാറിനോട് പ്രത്യേകം അവസാനം ചോദിച്ചാൽ മതിയായിരുന്നു. വളരെ സന്തോഷമുണ്ട് സാറേ. ഇനി സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാമല്ലോ എന്നുള്ളതാണ്. അവസാനം ആകെ ടെൻഷനായി പോയി. അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ വിഷയം വിവിഡ് ഡ്രീംസും കൂടെ. എന്താ വിവിഡ് ഡ്രീംസ് ഒന്ന് വിശദീകരിക്കാം സാറേ? എന്താണ് വിവിഡ് ഡ്രീംസ്? അതാണല്ലോ പകൽക്കിനാവ്. വിവിഡ് മീൻസ് ക്ലിയർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ക്ലിയർ മൈൻഡാ. അപ്പൊ ക്ലിയർ മൈൻഡ് കയറി വരുന്നതാണ് ഈ പകൽക്കിനാവ്. മിക്കവാറും അഡോളസന്റ് പീരീഡിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പകൽക്കിനാവ് എന്ന് പറഞ്ഞാൽ പകല് കാണുന്നതാണോ? പകല് കാണണമെന്നില്ല. നമ്മളുടെ പിന്നെ ഉറക്കമല്ലാതെ ഇരിക്കുന്ന വേക്ക് ടൈം. ഇപ്പൊ രാത്രിയാണെങ്കിൽ നമ്മൾ വേക്കായിട്ട് ഇരിക്കുന്നു, ഉണർച്ചയിൽ കാണുന്നത് എന്നേ ഉള്ളൂ അതിനർത്ഥം. അല്ല, പണ്ട് വയസ്സായവരൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, പകലേ പിള്ളേരൊക്കെ അല്ലെങ്കിൽ ആരായാലും ആലോചിച്ച് പറഞ്ഞല്ലോ. അത് ഈ അഡോളസൻ പീരീഡിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് വേറൊരു മൈൻഡിലാണല്ലോ, വേറൊരു ലോകത്താണല്ലോ. നമ്മള് ഉറക്കെ വിളിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യുമ്പോഴാണ് അവര് അവരുടെ ലോകത്ത് നിന്ന് താഴത്തോട്ട് വരുന്നത്. അംബ്രാഗ്ലീസിയ പ്രശ്നമുണ്ട്. ഏത് അംബ്രാഗ്ലീസിയ? നേരത്തെ പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഈ 4th സ്റ്റേജിലാണ് ഉറക്കം സ്വപ്നം കാണുന്നത് സാർ പറഞ്ഞല്ലോ. അതെ അതെ. അപ്പൊ വാസ്തവത്തിൽ അത് ഉറക്കക്കുറവിന്റെ ലക്ഷണം അല്ലല്ലോ, അല്ലേ? അല്ല. ഡീപ് സ്ലീപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതുപോലെ കൂടുതൽ ഈ പരീക്ഷയ്ക്ക് പോകുന്നു, എത്തിപ്പെടുന്നില്ല, ജോലിക്ക് പോകുന്നു, സമയത്ത് എത്തിപ്പെടുന്നില്ല,
വല്ലാതെ കിടന്ന് വിഷമിക്കുന്നു. പല രീതിയിൽ വിചാരിച്ചിട്ട് സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. സ്വപ്ന അങ്ങനെ അതെ അത് ആങ്സൈറ്റിയുടെ ഭാഗമാണ്. ആങ്സൈറ്റി എടുത്താൽ മതി. താങ്ക് യു സർ. വളരെ വളരെ നന്ദിയുണ്ട് സാർ. അടുത്ത സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറ് ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട് സാറേ. ആ. അതായത് ഈ സ്വപ്നം കണ്ട ഫലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് കാണുന്ന സ്വപ്നം ഫലിക്കുമല്ലോ. അങ്ങനെ ഒരു സ്വപ്നം പുലർകാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നൊക്കെ. അല്ല, അങ്ങനെയല്ല സാറേ. മെറ്റീരിയ വിളിക്കാൻ തന്നെ പറയുന്നുണ്ടല്ലോ, പ്രോഫസീയിങ് ഡ്രീം എന്ന് പറഞ്ഞിട്ട്. അവര് കണ്ട സ്വപ്നങ്ങൾ ഫലിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ മലയാളം ഡോക്ടറോട് സംസാരിച്ചപ്പോൾ സാറ് ഈ ക്ലാസ് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇതും ഇതിന്റെ ഇന്റർപ്രിട്ടേഷനും കൂടിയായിട്ടുള്ള ഒരു വിശദമായ ക്ലാസ് എടുത്താൽ നന്നായിരുന്നു. ആണെങ്കിൽ ഇന്നതാണ് ഇന്നത്. ഇപ്പൊ സാറ് ആങ്സൈറ്റി എന്ന് പറഞ്ഞല്ലോ, ആങ്ഷ്യസ് ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഒരു വിശദമായ ഒരു ഒരു മണിക്കൂർ കൊണ്ടൊന്നും തീരുവോ? അല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഏതായാലും അടുത്തൊരു ക്ലാസ് അങ്ങനെ വെക്കാനാണ് അല്ലേ? അല്ല, കാര്യം വെച്ചാൽ അങ്ങനെ ഒരു അത് 10 ക്ലാസ് കൊണ്ടായാലും അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനെ അതാണ്. അത് പലപ്പോഴും എവിടെ അന്വേഷിച്ചാൽ കഴിഞ്ഞ് കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് അല്ല, സൈക്കോളജിയിൽ ഇല്ലേ ഡോക്ടറെ MSc? അല്ല, അതിന്റെ അല്ല. അതൊരു ഹോമിയോപ്പതിക്കാരന്റെ വായിലൂടെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യണം. വായിക്കാൻ പോയ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിലേക്ക് ജെയിംസ് ഡോക്ടറെ വായി കൂടെ ആകുമ്പോൾ നമുക്കത് ഒന്നും വേണ്ടത് ഗ്രഹിക്കാൻ പറ്റും. ഇത് വായിക്കാൻ പോയപ്പോൾ ഇന്റർപ്രിട്ടേഷൻ റൂബ്രിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയെന്ന് വരും. അതിലൊരു കാര്യമില്ല. അതിനെ ഹോമിയോപ്പതി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പ്രഗത്ഭനായ ഒരു വ്യക്തി ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് മാത്രമാണ്. അതിന്റെ മെഡിസിൻ ഡോക്ടറെ ലാക്സിസ്. എനിക്ക് അങ്ങനെ അതൊക്കെ അറിയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അയാളൊരു പയ്യനൊരു ജോത്സ്യന്റെ മകനും കൂടി. ഞാൻ ഒരിക്കലും എന്നത് പറഞ്ഞിട്ടുണ്ട്. അവൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കും. ക്ലാസ്സിൽ നിന്ന് കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഒറ്റപ്പെടാൻ തുടങ്ങി. ഇവന് എന്ത് പറഞ്ഞാലും ഇവൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വന്ന് പറയും, അടുത്ത ദിവസം ഫലിച്ചിരിക്കും. അവസാനം അവന് ആകെ ഒറ്റപ്പെടാൻ തുടങ്ങി, എല്ലാ സങ്കടമൊക്കെ പറഞ്ഞ്. ഞാൻ വേണ്ടത് നിനക്കൊരു കഴിവല്ലേ, അത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ റെപ്പർട്ടർ നോക്കിയപ്പോഴേക്കും അതിൽ പ്രൊഫസറിങ് ടീമിൽ ലാക്സിസ് ആണ് എന്റെ കണ്ണിൽ പെട്ടതെന്ന്. അവൻ മറ്റേ ലാത്തൂര് ഭൂകമ്പമൊക്കെ കണ്ടത് അതേപടി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയെ ആളുകൾ പൊക്കിക്കൊണ്ട് തോട്ടത്തിൽ കൂടി വരുന്നത് കണ്ടു. ആ ചേച്ചിയുടെ പിറ്റേ ദിവസം അതേപോലെ ശവം കൊണ്ടുവരുന്നവൻ കണ്ടു. സ്കൂളിലെ ടീച്ചർ വീഴുന്നതായിട്ട് കണ്ടു. പിള്ളേരോട് പറഞ്ഞു അതേപോലെ ടീച്ചർ വീണു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അപ്പൊ ഞാൻ അന്ന് ലാക്സിസ് കൊടുത്തു. അവന്റെ ആ പവർ പോയി അതോടെ. ഒരു ദിവ്യ ശക്തി ഉണ്ടായിരുന്നത് കളഞ്ഞ. അല്ല, പയ്യൻ ഒറ്റപ്പെട്ടു പോയി. ആറാം അറിവെന്നൊക്കെ പറയുന്നതാണ്. അതൊരു തൃക്കണ്ണായിരുന്നു. അവൻ അതിൽ വല്ലാത്ത ഞാൻ പറഞ്ഞതോ, എടാ ഇങ്ങനെ വിഷയമുണ്ട് നിനക്കത്. അല്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവ് വേണ്ട, എനിക്ക് എന്റെ ഇതായെന്ന് പറഞ്ഞിട്ട്. അവനത് 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യനായിരുന്നു. അങ്ങനെ ചിലർക്ക് ചില പ്രശ്നങ്ങളെ കഴിവുകളെ ഇതുപോലെ പറഞ്ഞ് ചില കൊച്ചു പിള്ളേരൊക്കെ ഫേമസ് ആയിട്ടില്ലേ? മ്യൂട്ടായിപ്പോയി. അതിലില്ല, എത്ര ഉള്ള എനിക്ക് പറയാം. ഓക്കെ. സലീംകുമാർ ഡോക്ടർ, നമ്മളെ സമയം ഏകദേശമായി, 28ആയി. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ മരിച്ച ആളുകളെ, വീട്ടില് മരിച്ച ആളുകളെ സ്വപ്നം കാണുന്ന അതിനകത്ത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ മെഡിസിൻ ഏതാണ് സാറ്? പറഞ്ഞല്ലോ, ഡെഡ് ബോഡി, ആർജന്റ് നൈട്രിക്കം. ബിലവഡ് ആയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മരിച്ചുപോയ ഫാദറിനെ അല്ലെ മദറിനെ, എന്നിട്ട് അത് ഭയങ്കര മെന്റലി ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കുക, അങ്ങനെയുള്ള. തീർച്ചയായിട്ടും ഒത്തിരി ആങ്സൈറ്റി അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ആർജന്റ് നൈട്രിക്കം. ഓക്കെ സാറേ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നല്ല ഒരു ക്ലാസ്സിനുള്ള ഔദ്യോഗികമായ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി അമ്പാടി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടി മാഡത്തിന് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുകയും സാറിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുക.
മാഡം അൺമ്യൂട്ട് സംസാരിച്ചു. പാടിയമ്മ കേക്കാമോ? കേക്കാം. അപ്പൊ ജെയിംസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ലത ചോദിച്ചില്ലേ, ഈ മരിച്ചവരോട് സംസാരിക്കുന്ന ഒരു ഡ്രീം ഉണ്ടെന്ന്. കൽക്കേറിയ സിലിക്കേറ്റ ഓർമ്മയുണ്ടോ ജെയിംസേ? നമ്മുടെ രാജൻ ശങ്കരൻ തിരുവനന്തപുരത്ത് നമ്മളെ കൊണ്ട് ഒരു ഇത് എന്താണ് ഡ്രഗ് പ്രൂവ് ചെയ്തു. കൽക്കേറിയ സിലിക്കേറ്റ ആയിരുന്നു. ഓർമ്മയുണ്ടോ ജെയിംസിന്? ഉണ്ട്. അത് അപ്പൊ പറയാം. ഒരു സംഗതിയോടെ പറയാനുണ്ട്. സാറേ അടുത്ത ഇനി ഒരു ക്ലാസ് ഞാൻ പറയാം. ഒരു സെന്റൻസ് പറയാം. കഴിഞ്ഞോ? ജെയിംസിന് എന്റെ പേരിലും IFHന്റെ പേരിലും നന്ദി പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വിട്ടുപോയ സംഗതികളാണ്. അതായത് ഡ്രീംസ് എടുക്കുമ്പോൾ ഈ ഡ്രീംസിനെ പറ്റി ഏറ്റവും ബൾക്കായിട്ടുള്ള സിംറ്റംസ് ഉള്ളതിൽ ഒന്നാണ് കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഗ്രൂപ്പ് തന്നെ. പിന്നെ അത് അലൂമിന. ഇത് രണ്ടും ബൾക്ക് സിംറ്റം ഉള്ളതാണ് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ സ്വപ്നം എന്ന് പറയുമ്പോ ആദ്യം ഈ 2 റെമഡിയും ചെയ്യാം, പിന്നെ അത് മാത്രം വേറെ. അതെ. ഓക്കെ. അപ്പോ സാറേ ഇന്നത്തെ സെഷൻ വളരെ ഒരു വ്യത്യസ്തമായ നല്ല ആരും ഒട്ടും ചിന്തിക്കാത്തയും കേട്ടിട്ടില്ലാത്തയും വിഷയമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാരെയും ഒന്ന് ചിന്തിക്കാൻ പ്രചോദനം നൽകുന്ന ക്ലാസ്. അപ്പൊ ഇനിയും സംശയം കൂടി വരും. ഇനിയും തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.